TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും ഇന്ന് രാവിലെ 10-ന് അടൂരിന് സമീപം കൈതപ്പറമ്പ് തെക്കേവിള ഓഡിറ്റോറിയത്തിൽ. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും ഇന്ന് വൈകിട്ട് 5:30-നും നാളെ രാവിലെ 10-നും പത്തനാപുരം ക്രൗൺ കൺവെൻഷൻ സെന്ററിൽ. തോമസ് ഊട്ടി വ്രത ശുശ്രൂഷിക്കുന്നു. ഡോക്ടർ മാത്യു കുരുവിള in London. December 12, Friday. Time 6 to 9 p.m. Heart to heart. You may talk to Thangur brother personally. Contact 0788 307 5018. December 13 and 14, Saturday and Sunday. Time 10 a.m. to 2 p.m. Worship, healing and deliverance meeting. Town Farm Primary School, St. Mary's Crescent, Staines, Middlesex. Dr. Matthew Kuruvilla in Croydon. December 13, Saturday. Time 6 to 10 p.m. Healing and Deliverance Meeting. Croydon Tabernacle, 3840 Parsons Mead, West Croydon. ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. കവിഞ്ഞ് 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 കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ലോകം എങ്ങും നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ബിനോയ് ബ്രദറും ജിക്കു ബ്രദറും ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ പീറ്റർ മാരിസ്ബർഗിന് സമീപം, ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് നെൽസൺ മണ്ടേല ക്യാപ്ചർ സൈറ്റ് ഹവിക് എന്ന സ്ഥലത്താണ്. ഹവിക് എന്ന സ്ഥലത്ത് നെൽസൺ മണ്ടേലയെ അറസ്റ്റ് ചെയ്തത്. ഈ സ്ഥലത്ത് തൊട്ടടുത്തുള്ള റോഡിൽ അദ്ദേഹം ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. ആ സമയത്ത് ഫ്രീഡം മൂവ്മെൻറ്റ്, വലിയ വിപ്ലവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അങ്ങനെ അറസ്റ്റ് ചെയ്ത സ്ഥലത്തു നിന്നാണ് ഞങ്ങളിവിടെ സംസാരിക്കുന്നത്. ആ സംഭവത്തെക്കുറിച്ച് അല്പം വിശദീകരണം പറയുന്നതിന് മുമ്പ് പറയട്ടെ, ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ ഈ ദിവസങ്ങൾ നടന്ന ശുശ്രൂഷ വലിയ അനുഗ്രഹമായിരുന്നു. ലോകമെങ്ങൊന്നും പ്രാർത്ഥിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി. വലിയ വിടുതലുകൾ നടന്നു. അപ്പോൾ തന്നെ ഞാൻ ഇവിടെയുള്ള സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തന്നെ കേൾക്കുന്ന നമ്മുടെ ചാനലുകളിൽ സൗത്ത് ആഫ്രിക്കയിലെ മലയാളികളെല്ലാം ഇത് കണ്ടുകൊണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും പ്രത്യേകം നന്ദി. മീറ്റിങ്ങിന് വന്നു, മീറ്റിങ്ങിൻ്റെ പുറകിൽ അധ്വാനിച്ച് ഒത്തിരി പേരുണ്ട്. പേരെടുത്ത് ഞാൻ പറയുന്നില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയൊരു ഉണർവ് സൗത്ത് ആഫ്രിക്കയിൽ തുടർന്ന് നടക്കാൻ പോവുകയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ വെള്ളക്കാരിൽ നിന്ന് വർണ്ണവിവേചനം അനുഭവിച്ചുകൊണ്ട് ഇവിടുത്തെ കറുത്ത വർഗ്ഗക്കാരും ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന്, ഭാരതത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് എത്തിയ ഇന്ത്യക്കാരുമെല്ലാം വർണ്ണവിവേചനത്തിൻ്റെ ഇരകളായിരുന്നു. അപ്പാർത്തൈഡ് എന്നാണ് അതിന് ഇവിടുത്തെ ഭാഷയിൽ പറയുന്ന വാക്ക്. നെൽസൺ മണ്ടേലയാണ് ഇവിടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ മഹാത്മാഗാന്ധിജിയെ പോലെ നിർത്തിയത്. വാസ്തവത്തിൽ മഹാത്മാഗാന്ധിജിയിൽ നിന്നും വലിയൊരു പ്രചോദനം ഉൾക്കൊണ്ടാണ് നെൽസൺ മണ്ടേല ഇവിടെ പ്രവർത്തിച്ചപ്പോൾ തന്നെ മഹാത്മാഗാന്ധി ഇവിടെ വന്നു. മഹാത്മാഗാന്ധിജിക്ക് കൈപ്പേറിയ അനുഭവം ഉണ്ടായി. പീറ്റർ മാരിസ്ബർഗിൽ വെച്ച് തന്നെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടു. മഹാത്മാഗാന്ധിജിക്കും ഈ നാട്ടിൽ വെച്ചാണ് വാസ്തവത്തിലൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും ഇവിടെയുള്ള ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യത്തിനും പീഡിപ്പിക്കപ്പെടുന്ന ജനത്തിൻ്റെ സ്വാതന്ത്ര്യം ഗാന്ധിജിക്കും ഒരു ചിന്തയുണ്ടായത്. അപ്പോൾ തന്നെ ഏറ്റവും രസകരമായ കാര്യം, രണ്ടു പേർക്കും
ക്രിസ്തുവിൻ്റെ വാക്കുകൾ, ക്രിസ്തുവിൻ്റെ തത്വങ്ങൾ അവർക്ക് പ്രചോദനമായിരുന്നു. അവർ രണ്ടുപേരും സ്വീകരിച്ചത് ഒരു അക്രമരാഹിത്യ രീതിയിൽ അല്ലേ. നെൽസൺ മണ്ടാലയെ അങ്ങനെ ആ സ്വാതന്ത്ര്യ സമരകാലത്ത് താൻ കാർ ഓടിച്ചു പോകുമ്പോൾ ഇവിടെ വെച്ച് ഇതിനടുത്തുള്ള റോഡിൽ, നമ്മൾ മുമ്പ് കണ്ട റോഡിൽ വെച്ചായിരുന്നു നെൽസൺ മണ്ടാലയെ അറസ്റ്റ് ചെയ്തത്. കൃപ ഒഴുകിയെത്തുന്നതാ തന്നിറവിനാ കവിഞ്ഞൊഴുകുമീ അനുഗ്രഹം നിറയണം ഈ ഭൂതലം. തന്നെ 27 വർഷം തന്നെ റോബൻ ഐലൻഡ് എന്ന ഒരു ദ്വീപിൽ, ഒരു ജയിലിൽ അടയ്ക്കുകയും തൻ്റെ അത്രയും കാലയളവിൽ തൻ്റെ ജീവിതത്തിലെ ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടൂട്ടു പറഞ്ഞതുപോലെ, നമ്മൾ വായിച്ചതുപോലെ മുമ്പ്, തൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ഒത്തിരി മാറ്റം ഉണ്ടായത് ആ സമയത്തായിരുന്നു. അപ്പം ഇതാണ് നെൽസൺ മണ്ടേലയെ അറസ്റ്റ് ചെയ്ത സ്ഥാനത്തുള്ള സ്മാരകം, മോണുമെൻ്റ് ആണ്. അപ്പോൾ തന്നെ ഇതിന് തൊട്ടടുത്ത സ്ഥലത്ത് ഞങ്ങൾ ആ മ്യൂസിയം കാണുകയായിരുന്നു. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. ആ മ്യൂസിയത്തിൽ എഴുതി വച്ചിരിക്കുക ബിഷപ്പ് ടുട്ടു പറഞ്ഞ വാക്കുകൾ. നെൽസൺ മണ്ടേല അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലേക്ക് പോകുമ്പോൾ കോപാകുലനായ ഒരു യുവാവായിട്ടാണ് പോയത്. പക്ഷേ ആ 27 വർഷത്തെ തൻ്റെ പീഡനത്തിൽ താൻ ആത്മീയമായി ഒത്തിരി ആഴമായി പോയി. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം തന്നിൽ വന്നു. ഇനി ഒരു തൻ്റെ ശത്രുക്കളെ സ്നേഹിക്കുന്ന ഒരു നിലയിലായിരുന്നു വാസ്തവത്തിൽ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരം നടന്നത് അല്ലേ. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തനിക്ക് ആരോടും ഒരു പകയില്ലാതെ, ആരോടും ഒരു വിദ്വേഷമില്ലാതെ, ഒരു ചിരിച്ചുകൊണ്ടുള്ളൊരു മുഖം. അതിവിടെ എല്ലാവരും പറയുന്നൊരു കാര്യം. വാസ്തവത്തിൽ താൻ ഇറങ്ങി വന്നപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടാണ് താൻ ഇറങ്ങി വന്നത്, ആരോടും ഒരു വിദ്വേഷമില്ലാതെ. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളക്കാരെ പിന്നെയും ഇവിടുന്ന് അവരൊത്തിരി നാളുകൾ കറുത്തവർഗ്ഗക്കാരെ പീഡിപ്പിച്ചെങ്കിലും വെള്ളക്കാരെ ഒഴിവാക്കുന്ന ഒരു രീതിയല്ല. ഇന്നും വെള്ളക്കാരും കറുത്തവർഗ്ഗക്കാരും എല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ തന്നെ ഒരു പല മേഖലകളിലും വലിയൊരു വിടുതൽ, വിമോചനം ഈ ദേശത്ത് ആവശ്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ കർത്താവ് ഇവിടെ അയച്ചിരിക്കുന്നത്, നിങ്ങൾ TV പ്രോഗ്രാം കാണുന്ന എല്ലാവരും പ്രാർത്ഥിച്ച് ഞങ്ങളെ, ബിനോയ് ബ്രദർ ആദ്യം ഇവിടെ വന്നു. ബിനോയ് ബ്രദറിൻ്റെ ശുശ്രൂഷയിൽ അനേക അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ, എത്ര സൗഖ്യങ്ങൾ നടന്നു. ബ്രദറിനെ കർത്താവ് ക്യാൻസർ രോഗത്തിൽ നിന്ന് വിടുവിച്ചു. തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മറ്റുള്ളവരും വിടുതലിലേക്ക് നയിക്കപ്പെടുന്നു. ജിക്കു ബ്രദറിനെ ദൈവം ഇവിടെ അയച്ചു. പുനലൂരിൽ നമ്മുടെ ശുശ്രൂഷകൾ തുടങ്ങിയ കാലത്ത് അദ്ദേഹം ഒരു കൊച്ചു പയ്യനായി ശുശ്രൂഷകൾ ചെയ്തു. ബിനോയ് ബ്രദറൊക്കെ സൗഖ്യമായി അവിടെ ആദ്യം ചെന്നത്. അങ്ങനെ ഇന്ന് ഞങ്ങൾക്കെല്ലാം ഒന്നിച്ചിവിടെ വന്നു. ഇവിടെ നടന്ന മീറ്റിങ്ങുകളിൽ വലിയ വിടുതലാണ്. ഇപ്പോൾ ഇവിടുത്തെ ദൈവദാസന്മാർ പറയുന്നത്, ശുശ്രൂഷകർ കറുത്തവർഗ്ഗക്കാരും വെളുത്തവർഗ്ഗക്കാരുമായ പാസ്റ്റേഴ്സ്, ഞങ്ങൾക്ക് നിങ്ങളെ വേണം. ഇന്ത്യയിൽ നടക്കുന്ന ഉണർവ് ഞങ്ങൾക്കും വേണം. ഞങ്ങളുടെ രാഷ്ട്രത്തിന് ഇനിയും വിടുതൽ വേണം. സോ നിങ്ങൾ ഏവരും പ്രാർത്ഥിക്കണം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം ഈ രാഷ്ട്രത്തിനായി. നിങ്ങൾ ഞങ്ങളെ പ്രാർത്ഥിച്ചയച്ചതിന് നന്ദി. ഇന്നത്തെ എപ്പിസോഡിൽ കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥനയോടെ വചനത്തിലേക്കും കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളിലേക്കും നമുക്ക് കടക്കാം. God shall supply all my needs. എൻ്റെ ദൈവം എൻ്റെ സകല ആവശ്യങ്ങളും എനിക്ക് വേണ്ടി നൽകി തരും. Not only little things but everything in my life. ചെറിയ കാര്യങ്ങൾ മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളും It is supplied, made through the life of Christ that is dwelling inside of me. ഈ വിതരണം നടക്കുന്നത് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവൻ മുഖാന്തരമത്രേ. And that is why Paul, when he writes, he says, I am confident of my deliverance by your prayer, by the abundance of the supply of Christ Jesus. അതുകൊണ്ടത്രേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം യേശുവിൻ്റെ ജീവന്റെ സമൃദ്ധി മുഖാന്തരം എനിക്ക് വേണ്ടുന്നത് മുഴുവൻ നൽകപ്പെട്ടിരിക്കുന്നു. That is why the Bible says, by grace we are saved through faith.
അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. Grace has the supply we need. കൃപയാൽ അത്രേ നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം നൽകി തരുന്നത്. By faith we took it to ourselves. വിശ്വാസത്താൽ നാം അതിനെ എടുത്ത് പ്രാപിക്കുന്നു. Hallelujah. Hallelujah. Faith calls into being which is not there. വിശ്വാസം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നു. Faith is very patient. വിശ്വാസം എന്നത് അത് ക്ഷമയോടെ കാത്തിരിക്കുന്നതാണ്. It does not mumble, it does not waver. It knows it is coming. അത് ആടിപ്പോകയില്ല, അത് കുലുങ്ങിപ്പോകയില്ല, അത് പിറുപിറുക്കയില്ല. അതിന് നന്നായിട്ട് അറിയാം ആ അനുഗ്രഹം വന്നുകൊണ്ടിരിക്കുന്നു. They will never stumble, they will അത് never be ഒരിക്കലും afraid. ഇടറിപ്പോകയില്ല, അത് ഒരിക്കലും ആടി പുലയുകയില്ല. If God saved us, salvation was through grace, everything else is through grace itself. ദൈവം നമ്മെ രക്ഷിച്ചുവെങ്കിൽ ആ രക്ഷ കൃപയാലാ സംഭവിച്ചതെങ്കിൽ കൃപയാൽ സകലതും വീണ്ടും സംഭവിക്കുക തന്നെ ചെയ്യും. Hallelujah. Hallelujah. The same way, today I'm going to read out from the book of John, 3rd John chapter 1 and verse 2. 3 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ ഇപ്പോൾ വായിക്കപ്പെടുന്നു. പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Hallelujah. I will read it from the English Bible. ഞാൻ ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കാം. 3rd John chapter 1 and verse 2. 3 യോഹന്നാൻ അതിന്റെ 2-ാമത്തെ വാക്യം. Beloved, I pray that you may prosper in all things. പ്രിയനെ, ഞാൻ പ്രാർത്ഥിക്കുന്നു നീ സകലത്തിലും സമൃദ്ധിയായിരിക്കണം. സകലത്തിലും പറഞ്ഞാട്ടെ, സകലത്തിലും. ശകലമല്ല. That you prosper in all things. എല്ലാ കാര്യത്തിലും നീ സമൃദ്ധിയായിരിക്കണം. As be in health just as your soul prospers. നിന്റെ ആത്മാവ് സമൃദ്ധിയായിരിക്കുന്നത് പോലെ നിന്റെ ശരീരത്തിൽ ആരോഗ്യത്തിലും നീ സമൃദ്ധിയായിരിക്കണം. Prosper in all things. എല്ലാ കാര്യങ്ങളിലും സമൃദ്ധി പ്രാപിക്കണം. Hallelujah. Hallelujah. Can you say prosper in all things? എല്ലാ കാര്യത്തിലും സമൃദ്ധിയായിരിക്കണം പറഞ്ഞു. John is writing this letter to Gaius. യോഹന്നാൻ ഇത് ഗായോസിനാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. He's writing to Gaius because Gaius is a bit disturbed. ഗായോസിന് ഈ ലേഖനം എഴുതാൻ ഒരു കാരണമുണ്ട്. താൻ വളരെ അസ്വസ്ഥനായിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത് എഴുതുന്നത്. Gaius loves John. John is an apostle of faith. വിശ്വാസത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ, ഈ യോഹന്നാനോട് ഗായോസിന് വളരെ സ്നേഹമാണ്. John has faith because of love towards Christ. ക്രിസ്തുവിനോടുള്ള സ്നേഹം മുഖാന്തരമാണ് യോഹന്നാൻ ഈ വിശ്വാസമുള്ളത്. If you read the letters of John, everywhere you will find one word again and again repeated, beloved. നമ്മൾ യോഹന്നാന്റെ സുവിശേഷങ്ങൾ, നമ്മൾ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നാം പല സ്ഥലങ്ങളിൽ കാണും പ്രിയനെ എന്നുള്ള വാക്കുകൾ. He knew he was the beloved of Christ. തനിക്ക് നന്നായിട്ട് അറിയാം താൻ ക്രിസ്തുവിന് വളരെ പ്രിയങ്കരനായ ക്രിസ്തുവിന്റെ പ്രിയനാണെന്നുള്ളത്. Everyone who is listening to me sitting over here anywhere in the world, understand one thing: you are the beloved of God. ഇന്ന് ഇവിടെയോ ലോകമെമ്പാടും എവിടെയൊക്കെ ഇരുന്ന് എന്നെ കേൾക്കുന്നുവോ, നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, നിങ്ങൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. God loves you through Christ Jesus. ദൈവം ക്രിസ്തു യേശുവിലൂടെ നിങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്നു. If you are sure that Jesus loves you very much, let me tell you, no weapon can even come near you. യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിന്നോട് പറയാം, നിനക്കെതിരായി ഒരായുധവും ഫലിക്കയില്ല. Gaius loves God, loves John very much. ഗായോസ് ദൈവത്തെ സ്നേഹിക്കുന്നു, യോഹന്നാൻ ദൈവത്തെ അത്യധികമായി സ്നേഹിക്കുന്നു. But one of his leaders, his name is Diotrephes. ദിയോത്രോഫോസ് എന്ന് പറയുന്ന ഒരു മൂപ്പൻ, he does not like John. അദ്ദേഹത്തിന് യോഹന്നാനോട് അത്ര താല്പര്യമില്ല. He is speaking against John. അദ്ദേഹം യോഹന്നാനെതിരായിട്ട് He സംസാരിക്കുന്നയാളാണ്. says John is all nonsense. യോഹന്നാൻ മണ്ടനാണ്, യോഹന്നാൻ കാര്യമില്ലാത്തവനാണെന്നൊക്കെ പറയും. He also, when the letter of John comes, this guy, he just tears the letter and throws it off. യോഹന്നാൻ ഒരു ലേഖനം എഴുതി അങ്ങോട്ട് അയച്ചാൽ, ഒരു കത്ത് അയച്ചാൽ, ഈ ദിയോത്രോഫോസ് അത് ആ ലേഖനങ്ങൾ അല്ലെങ്കിൽ ആ കത്തുകൾ വലിച്ചു കീറിക്കളയും. He says no letters of John won't be read in this church. അദ്ദേഹം ഇങ്ങനെ പറയും, യോഹന്നാൻ എഴുതുന്ന കത്തുകൾ, ലേഖനങ്ങൾ ഈ സഭയിൽ വായിക്കേണ്ട കാര്യമില്ല. So Gaius
who loves John so much, loves God so much, he's disturbed. അതുകൊണ്ട് തന്നെ യോഹന്നാനെ അധികമായി സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഗായോസിന് ആകപ്പാടെ അസ്വസ്ഥതയാണ്. I can know for sure, if you love God, you cannot love the park, you cannot ignore the pastor, you cannot speak against the pastor whom God has appointed over you. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് മേൽ ആക്കി വച്ചിരിക്കുന്ന പാസ്റ്റർക്കെതിരെ, ഇടയനെതിരെ നിങ്ങൾക്ക് ചിന്തിക്കുവാനോ സംസാരിക്കാനോ കഴിയുകയില്ല. It is the devil who roots bitterness against men of God. ദൈവദാസന്മാർക്കെതിരായി കയ്പ് കൊണ്ടിടുന്നത് പിശാചത്രേ. You cannot react against the man of God whom God has appointed. ദൈവം നിയമിച്ചിരിക്കുന്ന ദൈവദാസനെതിരായി നിങ്ങൾക്ക് പ്രതികരിക്കുവാൻ കഴിയുകയില്ല. That is why the Bible says never speak against the anointed. അതുകൊണ്ടാണ് അഭിഷിക്തനെതിരായി സംസാരിക്കരുതെന്ന് ദൈവവചനം പറയുന്നത്. So when this man who is in the church of Gaius, he speaks against John, now Gaius is disturbed. അതുകൊണ്ട് തന്നെ ഗായോസിന്റെ സഭയിലായിരിക്കുന്ന ഈ മനുഷ്യൻ യോഹന്നാനെതിരായി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ആകെ അസ്വസ്ഥതയാണ്. His focus is changed. He is very sad. തന്റെ ലക്ഷ്യം മാറിപ്പോകുന്നത് ഓർത്ത് തനിക്ക് ദുഃഖമുണ്ടാകുന്നു. So John is writing to Gaius. അതുകൊണ്ട് യോഹന്നാൻ ഗായോസിനോട് എഴുതുകയാണ്. He is saying, Gaius, താൻ ഇങ്ങനെ പറയുന്നു, ഗായോസേ, I want to tell you, ഞാൻ നിന്നോടൊന്ന് പറയാം, the will of God ദൈവത്തിന്റെ ഹിതം is that you should not focus on the hurt that is being inflicted about him. Be concentrated, be focused in one thing, that God wants to prosper you in all things as your health prospers and in your mind also. നിനക്കെതിരായി തിരിയുന്ന ഹൃദയങ്ങളിലേക്ക് നിന്റെ ശ്രദ്ധ തിരിക്കാതെ നിന്റെ നന്മ മാത്രമായി ആഗ്രഹിക്കുന്ന, നീ ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൽ നീ ഏകാഗ്രതയോടെ നോക്കുക. Demetrius, God loves you. ഓ ദിമിത്രിയോസേ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. But God, you don't know his love. എന്നാൽ നിനക്ക് അവന്റെ സ്നേഹം അറിയുന്നില്ല. But Gaius, you know the love of എന്നാൽ God. ഗായോസേ, നീ ദൈവത്തിന്റെ സ്നേഹം അറിയുന്നല്ലോ. I want to tell everyone who is watching me, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയട്ടെ, let never any hurt lose your focus of Jesus Christ. നിന്റെ ഹൃദയത്തിലെ ഒരു മുറിവും യേശുക്രിസ്തുവിലേക്കുള്ള ആ ശ്രദ്ധയുടെ കേന്ദ്രീകരണത്തെ മാറ്റുവാൻ നീ അനുവദിക്കരുത്. It is the desire of God that you prosper in all things. നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്നുള്ളത് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ഇഷ്ടമത്രേ. God does not want you to lose focus of that. ഓ അതിലേക്കുള്ള ശ്രദ്ധ മാറിപ്പോകുവാൻ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. When you are hurt, you are repelling the prosperity of God. നിന്റെ ഹൃദയം മുറിഞ്ഞിരിക്കുമ്പോൾ നീ ദൈവത്തിന്റെ സമൃദ്ധിക്കെതിരായി മറുതലിക്കുകയത്ര ചെയ്യുന്നത്. When you lose focus about God and start hurting others and you are hurt by others, your focus about Jesus changes. നിന്റെ ദൈവത്തോടുള്ള ശ്രദ്ധ മാറുമ്പോൾ നീ മറ്റുള്ളവരെ മുറിപ്പെടുത്തുവാൻ നോക്കും. മറ്റുള്ളവർക്കെതിരായി നീ ലക്ഷ്യം വയ്ക്കുമ്പോൾ നീ യേശുവിൽ നിന്ന് മാറിപ്പോകുന്നു. Hallelujah. Hallelujah. Let not your focus, I want to tell you, this is the trick of the devil. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയട്ടെ, ഇത് പിശാചിന്റെ ഒരു തന്ത്രമത്രേ. When next step you are getting the breakthrough, അടുത്ത ചുവടിൽ നിനക്ക് വലിയ വിടുതൽ വരാൻ പോകുകയാണ്. the devil will put someone in front of you and you will start fighting with him. ആ അനുഗ്രഹത്തിന്റെ ചുവട് നീ വയ്ക്കാൻ തുടങ്ങുമ്പോൾ പിശാച് ആരെയെങ്കിലും നിന്റെ അനുഗ്രഹത്തെ തടയാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയാക്കാം. But you who are the beloved of Christ, എന്നാൽ നീയോ ക്രിസ്തുവിന്റെ പ്രിയനായുള്ളവേ, you who are beloved of Christ, ക്രിസ്തുവിന്റെ പ്രിയനായുള്ളവേ, prosper in all things. സകലത്തെയും വിട്ടുകൊണ്ട് Prosper. സമൃദ്ധി പ്രാപിക്കുക. Prosper. സമൃദ്ധിയാകുക. Prosper. സമൃദ്ധി പ്രാപിക്കുക. Prosper. സമൃദ്ധിയാകുക. Leave everybody. മറ്റുള്ളതെല്ലാം വിട്ടുകളാ. Leave every hurt. സകലത്തെയും മുറിവുകളായി വിട്ടുകളാ. Can you say, I'm the beloved of God? ഞാൻ ദൈവത്തിന്റെ പ്രിയൻ എന്ന് പറയാമോ? Beloved of God. ദൈവത്തിന്റെ പ്രിയൻ. Beloved of God. ദൈവത്തിന്റെ പ്രിയൻ. Oh, I am in the prosperous zone. ഓ ഞാൻ സമൃദ്ധിയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. What is prosperity? എന്താണ് സമൃദ്ധി? Prosperity does not mean just financial blessing. സമൃദ്ധി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അനുഗ്രഹം മാത്രമല്ല. The world says prosperity means financial riches. ലോകത്തിന്റെ കണ്ണിൽ സമൃദ്ധി എന്നാൽ സാമ്പത്തിക അനുഗ്രഹമാണ്. It is not that they are incorrect, അത് അവർ പറഞ്ഞത് തെറ്റാ. but it is not complete. എന്നാൽ അതുകൊണ്ട് സാമ്പത്തിക സമൃദ്ധി കൊണ്ട് മുഴുവനായില്ല. And God, let me tell you, everybody very carefully listen. God blesses me. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങളോട് ഞാൻ പറയാം, ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു. It is not because I am good, ഞാൻ നല്ലവനായതുകൊണ്ടല്ല, not because my prayer is above standard. എൻ്റെ പ്രാർത്ഥന വളരെ ഉന്നതമായ പ്രാർത്ഥനയായതുകൊണ്ടുമല്ല. God
blesses me ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു, and will bless my generations എന്റെ തലമുറകളെയും അനുഗ്രഹിക്കും. because കാരണം he has spoken a word of blessing upon his life. അനുഗ്രഹത്തിന്റെ ഒരു വാക്ക് അവൻ എന്റെ ജീവിതത്തിന്റെ നേരെ പറഞ്ഞിരിക്കുന്നു. Through Christ Jesus, ക്രിസ്തു യേശുവിലൂടെ, through the blood of Jesus. യേശുവിന്റെ രക്തത്തിലൂടെ. Hallelujah. ഹല്ലേലൂയ. The two enemies of you and me is guilt and condemnation. നിങ്ങൾക്കും എനിക്കുമുള്ള രണ്ട് ശത്രുക്കൾ, ഒന്ന് കുറ്റബോധവും കുറ്റാരോപണവും. Hallelujah. Hallelujah. That is why the Bible says there is no condemnation for those who are in Christ. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് ഇനിമേൽ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. That is not there in Christ Jesus. അത് ക്രിസ്തുയേശുവിൽ അതില്ല. Why? Because God cannot change his word. കാരണം ദൈവത്തിന് തന്റെ വാക്ക് മാറ്റുവാൻ കഴിയുകയില്ല. God changing his love towards us, God changing the word towards us is equal to denying himself. ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ മാറ്റുകയാണെങ്കിൽ, ദൈവം നമ്മോട് പറഞ്ഞ വാക്കിനെ മാറ്റുകയാണെങ്കിൽ, ദൈവം തന്നെ വേണ്ടെന്ന് വെക്കുന്നതിന് തുല്യമാണ്. God delivered Israel ദൈവം ഇസ്രായേലിനെ വിടുവിച്ചു from the clutches of Egypt. ഈജിപ്തിന്റെ മിസ്രൈമിന്റെ പിടിയിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചു. Was it because Israel was good? അത് ഇസ്രായേലിന്റെ ഗുണം കൊണ്ടായിരുന്നോ? The people of Israel were in adultery, were in sin. They were against God. ഇസ്രായേൽ ജനം മുഴുവൻ അവർ വ്യഭിചാരത്തിലും പാപത്തിലും മുഴുകി ദൈവത്തിന് വിപരീതമായി നിന്നവരാ. Yet God എന്നിട്ടും ദൈവം delivered them. അവരെ വിടുവിച്ചു. Why? എന്തിന്? Because he gave a word to Abraham. കാരണം അബ്രഹാമിനോട് അവൻ ഒരു വാക്ക് പറഞ്ഞു പോയി. That after 400 years all your descendants I will take them to Canaan. 400 വർഷങ്ങൾക്ക് ശേഷം നിന്റെ തലമുറക്കാരെ മുഴുവൻ ഞാൻ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകും. God will fulfill every promise in my life. എന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും അവൻ നിറവേറ്റും. Because he is good. കാരണം അവൻ നല്ലവനാണ്. Not because I am good. ഞാൻ നല്ലവനായതുകൊണ്ടല്ല. Because he is good. അവൻ നല്ലവനായതുകൊണ്ട്. And because he is good, അവൻ നല്ലവനായതിനാൽ he makes me good. അവൻ എന്നെ In നല്ലവനാക്കും. Jesus' name. യേശുവിന്റെ നാമത്തിൽ Appearing to be the goodness of God. അവൻ ദൈവത്തിന്റെ സകല നന്മയും എന്റെ മേൽ പകരും. Give a clap and say thank you Jesus. കരങ്ങളെ തട്ടിക്കൊണ്ട് യേശുവിനെ നന്ദി പറഞ്ഞു. Hallelujah. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു എത്ര വലിയ കാര്യങ്ങളാണ് ലോകത്തിലെ മാനവജാതിക്ക് വേണ്ടി മുഴുവൻ ചെയ്തത്. ആ ക്രിസ്തുവിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഞാൻ നിൽക്കുന്ന സൗത്ത് ആഫ്രിക്കൻ രാജ്യത്ത് ഒരു അക്രമരഹിത രീതിയിലൂടെ ക്ഷമയുടെ മാർഗത്തിൽ നെൽസൺ മണ്ടേല പ്രവർത്തിച്ചത്. ആ നെൽസൺ മണ്ടേലയെ അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति. താൻ ജയിലിലായിരുന്നപ്പോൾ അത് ബിഷപ്പ് ടുട്ടു പറഞ്ഞതുപോലെ താൻ ആത്മീയമായി വളരെ ആഴങ്ങളിലേക്ക് പോയി. ക്രിസ്തുവിൻ്റെ സ്നേഹം തന്നിൽ രൂപാന്തരങ്ങൾ വരുത്തി. താൻ തിരിച്ചു വരുമ്പോൾ തന്നെ പീഡിപ്പിച്ച വെള്ളക്കാരെയും സ്നേഹിക്കുന്നൊരു വ്യക്തിയായിട്ടാണ് വന്നത്. അങ്ങനെ നമുക്കറിയാം, ഗാന്ധിജി, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും ഈ രാജ്യത്ത് വന്ന് വാസ്തവത്തിൽ തന്നെ ഇവിടുത്തെ വെള്ളക്കാർ പലരും ക്രൈസ്തവരെന്ന് പറയുന്നവർ തന്നെ വർണ്ണവിഭജനം കാട്ടി പുറത്തിറക്കിയപ്പോൾ ക്രിസ്തുവിൻ്റെ ദിവ്യഭാവം മഹാത്മാഗാന്ധിജി ഈ നാടിന് കാട്ടിക്കൊടുത്തു. ക്രിസ്തുവിൻ്റെ തത്വങ്ങൾ എത്ര ലോകരാജ്യങ്ങളിൽ അനേക രാജ്യങ്ങളുടെ വിടുതലിനിടയാക്കിയില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ ആ ക്രിസ്തു വെറും തത്വങ്ങളല്ല, മരിച്ചടക്കപ്പെട്ടതല്ല, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുക. ആ ക്രിസ്തുവിൻ്റെ തത്വങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തരിക മാത്രമല്ല, ക്രിസ്തു തന്നെ നമ്മുടെ ഉള്ളത്തിൽ വാസം ചെയ്ത് സ്നേഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. ഇന്ന് കേട്ട ആ വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ നിൻ്റെ കൈകൾ തരികയാണ്. നമുക്ക് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും വിടുതലാകട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ, വിടുതലുകൾ സംഭവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന ഏവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങളുണ്ടാകട്ടെ.
എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഈ കൈയുടെ ഭാഗത്തായിട്ട് ഒരു മുഴ ഉള്ള വ്യക്തിയെ കർത്താവ് കാണിക്കുന്ന നിമിഷം യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പെടൽ തിരിക്കാൻ മേലാതെ സ്പോണ്ടിലോസിസ് പ്രോബ്ലമായ വ്യക്തി ഈ നിമിഷം യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവെ അങ്ങയുടെ സൗഖ്യം വ്യാപരിക്കണമേ. ഭാരത്തോടെ, വേദനയോടെ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, ഇവിടെ ഈ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ രാഷ്ട്രത്തിൻ്റെ വിമോചനത്തിന് കർത്താവെ അങ്ങയുടെ സ്നേഹവും കാരണമായെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും, ദേശങ്ങളിലും, രാഷ്ട്രങ്ങളിലും ഇനിയും വിമോചനം നടക്കട്ടെ. ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹാരാജ്യമായ ഭാരതത്തിന് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്താൽ കർത്താവെ, വർണ്ണവിവേചനങ്ങളില്ലാതെ ക്രിസ്തുവിൽ പരസ്പരം സ്നേഹിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഒരിക്കൽ വർണ്ണവിവേചനത്തിൻ്റെ നാടായിരുന്ന ഈ സ്ഥലത്ത് നിന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് ഇടയാക്കി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. न जाने कितने कोड़े खाए मुझ जैसे पापी के लिए, न जाने कितने. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇന്ന് രാവിലെ 10-ന് അടൂരിന് സമീപം കൈതപ്പറമ്പ് തെക്കേവിള ഓഡിറ്റോറിയത്തിൽ. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇന്ന് വൈകിട്ട് 5:30-നും നാളെ രാവിലെ 10-നും പത്തനാപുരം ക്രൗൺ കൺവെൻഷൻ സെന്ററിൽ തോമസ് ഊട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. ഡോക്ടർ മാത്യു കുരുവിള ഇൻ ലണ്ടൻ, December 12, Friday, time 6 to 9 p.m. Heart to heart. You may talk to Thangur brother personally. Contact 0788-307-5018. December 13 and 14, Saturday and Sunday. Time 10 a.m. to 2 p.m. Worship, healing and deliverance meeting. Town Farm Primary School, St. Mary's Crescent, Staines, Middlesex. Dr. Matthew Kuruvilla in Croydon, December 13, Saturday, time 6 to 10 p.m. Healing and Deliverance Meeting, Croydon Tabernacle, 3840, Parsons Mead, West Croydon. भाषा को वो मसीह तूने हमको सिखाए, प्रेम की परिभाषा को. प्रेम का सागर है तू, चांदी का राजकुमार है तू. चरणों में आकर हाथ उठाकर करते हैं तेरे